ബിഹേവിയറലിസമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക്. ബിഹേവിയറലിസം ഇറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഇൻ ദ 20th century. 20th centuryയിൽ ഡെവലപ്പ് ചെയ്ത ഒരു ഇമ്പോർട്ടൻറ്റ് തിയറിയാണ് ബിഹേവിയറലിസം. It started with the writing of Frank Kent in 1928 under the title Political Behavior. 1928 പൊളിറ്റിക്കൽ ബിഹേവിയർ എന്ന പുസ്തകത്തിലൂടെ ഫ്രാങ്ക് കെൻറ്റിൻ്റെ റൈറ്റിങ്ങിലൂടെയാണ് ബിഹേവിയറലിസത്തിന് തുടക്കമിടുന്നത്. പിന്നീടുള്ള തുടക്കം അമേരിക്കയിൽ ഒരു കൂട്ടം പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ടീച്ചേഴ്സായിട്ടുള്ളവർ ട്രഡീഷണൽ അപ്രോച്ചിന് എതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ട് വന്നു. അങ്ങനെയാണ് ബിഹേവിയറലിസം സ്റ്റാർട്ട് ചെയ്യുന്നത്. The approach started with the protest movement of American political scientists against the traditional study of political science. They believed that traditional approach totally neglected the scientific aspect. സയൻറ്റിഫിക് സ്റ്റഡി, ശാസ്ത്രീയമായ പഠനം ട്രഡീഷണൽ അപ്രോച്ചിൽ ഇല്ല എന്ന് അവർ വിശ്വസിച്ചിരുന്നു. So they began to adopt the methods of natural sciences like observation, സർവേ ആൻഡ് മെഷർമെൻറ്റ് ഇൻ പൊളിറ്റിക്കൽ സയൻസ്. അപ്പം പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റ് വഴി അമേരിക്കയിൽ നടന്ന പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റിലെ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ നിരീക്ഷണം, ഒബ്സർവേഷൻ, ഏതൊരു കാര്യവും സയൻസിൽ നമ്മൾ ലാബിലൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യുമല്ലോ അതുപോലെ ഒബ്സർവ് ചെയ്ത് കണക്കെടുത്ത് മെഷർ ചെയ്ത് വേണം പൊളിറ്റിക്കൽ സയൻസിലെയും ഏതൊരു കാര്യവും പഠിക്കാൻ. They began to adopt the methods of natural sciences like observation, survey and measurement in political science. അത് പൊളിറ്റിക്കൽ സയൻസിലും വേണം എന്നാണ് ഈ ബിഹേവിയറലിസ്റ്റുകാരായ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകൾ അഭിപ്രായപ്പെട്ടത്. ആൻഡ് എക്സ്പോണൻസ് എന്ന് പറയുമ്പോൾ ഈ മെത്തേഡിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ ഒന്ന് ഹാരോൾഡ് ലാസ്വെൽ, ഒന്ന് ചാൾസ് മിറിയം, ഡേവിഡ് ഡീസ്റ്റൺ, ഗ്രഹാം വാലസ്. ഹാരോൾഡ് ലാസ്വെൽ, ചാൾസ് മിറിയം, ഡേവിഡ് ഈസ്റ്റൺ. ബിഹേവിയറലിസത്തിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്ന വ്യക്തി ഡേവിഡ് ഈസ്റ്റൺ ആണ്. അപ്പോൾ ഡേവിഡ് ഈസ്റ്റനെ പറ്റി ഒരു സെൻറ്റൻസ് 1 മാർക്കിന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഫാദർ ഓഫ് ബിഹേവിയറലിസം എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഗ്രഹാം വാലാസ്. ഇത്രയും പേരാണ് ബിഹേവിയറലിസത്തിൻ്റെ പ്രമുഖരായ എക്സ്പോണൻസ്. വീണ്ടും ബിഹേവിയറലിസത്തെ തന്നെ വേണം അതിൻ്റെ മീനിങ് എന്നതിൽ പറയുകയാണ്. ഇറ്റ് ഈസ് റിയലി ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നേച്ചർ ഓഫ് പൊളിറ്റിക്കൽ ഈവൻറ്റ്സ് ആർ largely determined by the nature and behavior of the people. ബിഹേവിയറിസം പറയുന്നത് ഏതൊരു സംഭവങ്ങളും ഗവൺമെൻറ് റിലേറ്റഡ്, സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു സംഭവങ്ങളും എന്ന് പറയുന്നത് ഉണ്ടാകാനുള്ള ബേസിക് റീസൺ എന്താണ്? ജനങ്ങളുടെ ബിഹേവിയറുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽസിൻ്റെ പൊളിറ്റിക്കൽ ബിഹേവിയറും പഠിക്കണം. ഓരോരോ ഗ്രൂപ്പുകളുണ്ടല്ലോ പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്ന ഗ്രൂപ്പുകൾ. പൊളിറ്റിക്കൽ പാർട്ടിയുടെ പൊളിറ്റിക്കൽ ബിഹേവിയർ പഠിക്കണം, ട്രേഡ് യൂണിയൻ്റെ പൊളിറ്റിക്കൽ ബിഹേവിയർ പഠിക്കണം, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്താ? പൊളിറ്റിക്കൽ സയൻസിൽ ഇലക്ഷന് നിൽക്കാതെ ഗവൺമെൻറ്റിനെ പ്രഷർ ചെയ്യുന്ന ഗ്രൂപ്പുകളെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ദേ ഹാവ് എ സ്പെസിഫിക് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുടെ ബിഹേവിയർ പഠിക്കാം. എന്നാൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? സ്പെസിഫിക് ഇൻട്രസ്റ്റ് ആണോ? ദേ ഹാവ് എ ജനറൽ ഇൻട്രസ്റ്റ് അല്ലേ? അവർക്കൊരു ജനറൽ ഇൻട്രസ്റ്റ് ആയിരിക്കണം. അത്തരത്തിൽ ഓരോ ഗ്രൂപ്പിൻ്റെയും പൊളിറ്റിക്കൽ ബിഹേവിയർ സ്റ്റഡി ചെയ്യാനാണ് ബിഹേവിയറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക്കൽ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. ഇൻഡിവിജ്വൽസിൻ്റെയും പഠിക്കണം, ഗ്രൂപ്പ്സിൻ്റെയും പൊളിറ്റിക്കൽ ബിഹേവിയർ പഠിക്കണം. ഇൻഡിവിജ്വൽസിൻ്റെയും പഠിക്കണം, പിന്നെ ആരുടെയും കൂടെ പഠിക്കണം? ഗ്രൂപ്പ്സിൻ്റെയും പൊളിറ്റിക്കൽ ബിഹേവിയർ പഠിക്കാനാണ് ബിഹേവിയറലിസം ഉദ്ദേശിക്കുന്നത്. എങ്ങനെ പഠിച്ചിട്ട് എന്തൊക്കെ ചെയ്യണമെന്നാണ് നമ്മൾ നേരത്തെയും പറഞ്ഞു. The attempt to understand political science through formulation, explanation and analysis of observed and observable behavior of individual. ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് തിയറി ഫോർമുലേറ്റ് ചെയ്യണം, അത് എക്സ്പ്ലെയിൻ ചെയ്യണം, അത് വിശദമായിട്ട് അനലൈസ് ചെയ്യണം. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് തിയറി ക്രിയേറ്റ് ചെയ്യാനാണ് ബിഹേവിയറലിസ്റ്റ് എയിം ചെയ്തിരുന്നത്. They aim to create a systematic theory, a complete theory, and they attempt to understand political science through formulation, explanation, and analysis of observed and observable behavior of individual. ഇൻഡിവിജ്വലിൻ്റെ
ബിഹേവിയർ. എന്ത് ബിഹേവിയറാണ്? എല്ലാ ബിഹേവിയറുമാണോ? വീട്ടിനകത്തിരുന്ന് ഉള്ള കാര്യങ്ങളാണോ? അല്ല. പൊളിറ്റിക്കൽ ബിഹേവിയർ ഒബ്സർവ് ചെയ്ത് വ്യക്തമായി സ്റ്റഡി നടത്തി തിയറി ഫോർമുലേറ്റ് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം, അനാലിസിസ് ചെയ്യണം. ഇതാണ് ബിഹേവിയറലിസ്റ്റുകൾ എയിം ചെയ്തിരുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയറൽ അപ്രോച്ച്. ഫസ്റ്റ് വൺ, നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ബിഹേവിയറൽ അപ്രോച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് പ്രൊട്ടസ്റ്റ്. നമ്മൾ പഠിച്ചു, പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ്. ആ സെൻറ്റൻസ് ഓർമ്മയുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറയണം. ഇറ്റ് സ്റ്റാർട്ടഡ് ആസ് എ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ്. എന്തിനെതിരെയാണ് പ്രൊട്ടസ്റ്റ് ഉണ്ടായത്? ബിഹേവിയറൽ അപ്രോച്ച്. ഏത് അപ്രോച്ചിനെതിരെ പ്രൊട്ടസ്റ്റ് വെച്ചിട്ടാണ് ബിഹേവിയറൽ അപ്രോച്ച് തുടങ്ങിയത്? എഗെയിൻസ്റ്റ് ട്രഡീഷണൽ അപ്രോച്ച്. ആ സെൻറ്റൻസ് കാണിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് ട്രഡീഷണൽ അപ്രോച്ച് ഏതൊക്കെയാണെന്ന് അന്നേരം ഓർക്കണം. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ട്രഡീഷണൽ അപ്രോച്ച് ഏതൊക്കെയാണ്? ഫിലോസഫിക്കൽ, ഹിസ്റ്റോറിക്കൽ, ലീഗൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ. അപ്പോൾ ഓരോ അപ്രോച്ചിൻ്റെയും പ്രത്യേകതയും ഓർക്കണം. അപ്പം ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ പ്രൊട്ടസ്റ്റ് ആയിട്ട് തുടങ്ങിയത് ഒന്നാണ് ബിഹേവിയറലിസം. പിന്നെ എന്താണ്? ദേ ചേഞ്ച് ദിയർ എംഫസിസ് ഫ്രം ഗവൺമെൻറ് ആൻഡ് അതർ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ഡേ പ്രോബ്ലംസ് ഓഫ് സിറ്റിസൺസ്. ബിഹേവിയറൽ അപ്രോച്ചുകാരുടെ ഉദ്ദേശം ദേ ഹാവ് ടു സ്റ്റഡി ദ ഡേ പ്രോബ്ലംസ് ഓഫ് ദ സിറ്റിസൺസിൻ്റെ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളാണ് ബിഹേവിയറൽ അപ്രോച്ചുകാർ പഠിക്കാൻ ഉദ്ദേശിച്ചത്. ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ അമേരിക്ക ആസ് എ പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് ട്രഡീഷണൽ അപ്രോച്ചസ്. ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് തുടങ്ങിയ ഒന്നാണ് ബിഹേവിയറലിസം. ആൻഡ് ബിഹേവിയറലിസം സ്റ്റേറ്റോ ഗവൺമെൻറ്റോ അതിൻ്റെ തിയറികളോ പഠിക്കാനല്ല ആഗ്രഹിച്ചത്. എന്താണ് പഠിക്കേണ്ടത്? ദേ വാണ്ടഡ് ടു സ്റ്റഡി ദ ഡേ പ്രോബ്ലംസ് ഓഫ് ദ സിറ്റിസൺസ്. ഇനി അടുത്തത് ഫോക്കസ് ഓൺ ബിഹേവിയർ. മെയിൻ എംഫസിസ് ഓഫ് ബിഹേവിയറലിസം ഈസ് അപ്പോൺ ദ പൊളിറ്റിക്കൽ ബിഹേവിയർ ഓഫ് ദ ഇൻഡിവിജ്വൽ. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മീനിങ്ങിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഓരോ ക്യാരക്ടറായിട്ട് എടുത്ത് പറയുന്നത്. ബിഹേവിയറലിസത്തിൻ്റെ മെയിൻ എയിം എന്തായിരുന്നു? ടു സ്റ്റഡി ദ പൊളിറ്റിക്കൽ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. എങ്ങനെയാണ് പൊളിറ്റിക്കൽ ബിഹേവിയർ പഠിക്കുന്നത്? ത്രൂ ഒബ്സർവേഷൻ അല്ലേ? ഒബ്സർവ് ചെയ്യുക, ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുക. അങ്ങനെ നമ്മൾ സോഷ്യൽ സയൻസ് ഉള്ള നമ്മുടെ ലാബെന്ന് പറയുന്നത് ഏതാണ്? സൊസൈറ്റിയാണ്, സമൂഹം തന്നെയാണ് നമ്മുടെ പരീക്ഷണശാല അല്ലേ? സോഷ്യൽ സയൻസിൻ്റെ ലാബ് സൊസൈറ്റിയാണ്. നമുക്കതിനൊരു വ്യക്തികളെ പറ്റി, കുറച്ച് ആൾക്കാരെ പറ്റി, നിങ്ങളുടെ തൊട്ടടുത്തുള്ള 7 വീടുകളെ പറ്റി പഠിക്കാനൊക്കെ എന്തുപയോഗിക്കും നിങ്ങൾ? സർവേ ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ കോവിഡ് കാലമൊക്കെ വന്നപ്പോൾ ഓൺലൈൻ സർവീസൊക്കെ ഒരുപാട് വന്നു. ഈ സർവേയുടെയൊക്കെ ഉദ്ദേശം എന്താണ്? കളക്ഷൻ ഓഫ് ഡേറ്റ, വിവരശേഖരണം, കളക്ഷൻ ഓഫ് ഡേറ്റ. ആ കളക്ഷൻ ഓഫ് ഡേറ്റയിലാണ് ബിഹേവിയറലിസ്റ്റുകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ ജനങ്ങളുടെ പൊളിറ്റിക്കൽ ബിഹേവിയർ പഠിക്കണമെങ്കിൽ എങ്ങനെയാണ്? ത്രൂ സർവേ ആൻഡ് കളക്ഷൻ ഓഫ് ഡേറ്റ. അത്രയുമാണ് ഫോക്കസ് ഓഫ് ബിഹേവിയറിൽ ഓർക്കേണ്ടത്. നെക്സ്റ്റ് ഈസ് സയൻറ്റിഫിക് ഔട്ട്ലുക്ക് ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. വെറുതെ സർവേ നടത്തിയെങ്കിൽ അല്ലെങ്കിൽ വെറുതെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു 10 പേരോട് ചോദിച്ചാൽ സർവേ ആകുമോ? ഇല്ല. സയൻറ്റിഫിക് മെത്തേഡ്സ് ആർ യൂസ്ഡ് ബൈ ബിഹേവിയറലിസ്റ്റ് ഫോർ അനലൈസിങ് ഡേറ്റ റിലേറ്റഡ് ടു ഹ്യൂമൻ ബിഹേവിയർ. സയൻസിൽ ഉപയോഗിക്കുന്നത് പോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച് തന്നെ നമ്മൾ ഹ്യൂമൻ പൊളിറ്റിക്കൽ ബിഹേവിയർ പഠിച്ചിരിക്കണം. സയൻറ്റിഫിക് ഔട്ട്ലുക്ക് ആൻഡ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ സയൻറ്റിഫിക് മെത്തേഡ്സ് ആർ യൂസ്ഡ് ബൈ ബിഹേവിയറലിസ്റ്റ് ഫോർ അനലൈസിങ് ഡേറ്റ റിലേറ്റഡ് ടു ഹ്യൂമൻ ബിഹേവിയർ. സയൻറ്റിഫിക് മെത്തേഡ്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഈസ് മെത്തഡോളജിക്കൽ റെവല്യൂഷൻ. മെത്തഡോളജിക്കൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ യൂസിങ് ഓഫ് അപ്രോപ്രിയേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഇൻ സ്റ്റഡിയിങ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ വ്യക്തമായ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെത്തഡോളജിക്കൽ റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. നാച്ചുറൽ സയൻസിലുള്ള മെത്തേഡ്സുകൾ, നാച്ചുറൽ സയൻസ് ഏതൊക്കെയാണ്? ബോട്ടണി, സുവോളജി. ഇത്തരത്തിൽ നാച്ചുറൽ സയൻസിൽ അവരെങ്ങനെയാണ് ഒരു കാര്യം, ഒരു ഇലയുടെ അല്ലേ മൈക്രോസ്കോപ്പിൽ ഇവിടെയൊക്കെ നോക്കിയല്ലേ ബോട്ടണിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അവരെന്താണ് ചെയ്യുന്നത്? ഒബ്സർവേഷനാണ്. അപ്പം ഇതുപോലെ
ബിഹേവിയറലിസ്റ്റുകൾ നാച്ചുറൽ സയൻസിലെ മെത്തേഡായ ഒബ്സർവേഷൻ, സർവേയുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നീട് അല്ലാത്ത മെത്തേഡ് ഇൻ്റർവ്യൂ മെത്തേഡുണ്ട്, കേസ് സ്റ്റഡി ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസ്, ഇതെല്ലാം യൂസ് ചെയ്താണ് ബിഹേവിയറലിസ്റ്റ് തീരുമാനിച്ചത്. ബിഹേവിയറിസ്റ്റ് അഡോപ്റ്റ് ദ മെത്തേഡ്സ് ഓഫ് നാച്ചുറൽ സയൻസ് ലൈക്ക് ഒബ്സർവേഷൻ, സർവേ, കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സംഭവത്തെ ആസ്പദമാക്കി പഠിക്കുന്ന രീതിയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് വിളിക്കുന്നത്. ഒബ്സർവേഷൻ നിരീക്ഷണം, സർവേ മുഴുവൻ വിവരശേഖരണം, പിന്നെ വ്യക്തികളെ കണ്ട് ഇൻ്റർവ്യൂ നടത്താം, കേസ് സ്റ്റഡി ഉണ്ട്, ഇതെല്ലാം കൂടെ ഒരു മാത്തമാറ്റിക്കൽ ടൂൾ ഉപയോഗിച്ച് അനലൈസ് ചെയ്യുക. ഇതെല്ലാമാണ് ബിഹേവിയറലിസ്റ്റ് മെത്തഡോളജിക്കൽ റെവല്യൂഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിഹേവിയറലിസ്റ്റ് അഡോപ്റ്റ് ദ മെത്തേഡ്സ് ഓഫ് നാച്ചുറൽ സയൻസ് ലൈക്ക് ഒബ്സർവേഷൻ, സർവേ, ഇൻ്റർവ്യൂ, കേസ് സ്റ്റഡി മെത്തേഡ്, statistical analysis, measurement, etc. in political science. Next is interdisciplinary study. Interdisciplinary എന്ന് പറയുമ്പോൾ തന്നെ അറിയാം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു സബ്ജക്റ്റ്. അതിനൊരു ഉദാഹരണം ബിഹേവിയറിസ്റ്റിൽ പറയുന്നത് ഇൻഡിവിജ്വലിൻ്റെ ഒരു ബിഹേവിയർ. നമ്മുടെ ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ബിഹേവിയർ ഉണ്ട്. വൺ ഈസ് പൊളിറ്റിക്കൽ, വൺ ഈസ് എക്കണോമിക് ബിഹേവിയർ, പിന്നെ എന്താണ് സൈക്കോളജിക്കൽ ബിഹേവിയർ. അങ്ങനെ നമുക്ക് പല ടൈപ്സ് ഓഫ് ബിഹേവിയർ ഉണ്ട്. അപ്പം ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറെ ടോട്ടലായി മനസ്സിലാക്കണമെങ്കിൽ വി ഹാവ് ടു റിലേറ്റ് അവർ സ്റ്റഡി വിത്ത് അതർ സബ്ജക്റ്റ്. നമ്മുടെ സബ്ജക്റ്റ് മാത്രമല്ല, നമ്മളുടെ സബ്ജക്റ്റും ബാക്കി സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തും നമ്മൾ പഠിച്ചിരിക്കണം. The political behavior of an individual is a part of total social behavior of all the individuals. പൊളിറ്റിക്കൽ ബിഹേവിയർ എന്ന് പറയുന്നത് സോഷ്യൽ ബിഹേവിയറിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. in order to understand this, a person have to study other social sciences. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരാൾ ബാക്കി സോഷ്യൽ സയൻസിലെ സബ്ജക്റ്റുകൾ കൂടി റിലേറ്റഡ് ആക്കി പഠിച്ചിരിക്കണം. അതാണ് ഇൻ്റർ ഡിസിപ്ലിനറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് സബ്ജക്റ്റ്. നെക്സ്റ്റ് ഈസ് ഇൻവെൻഷൻ ഓഫ് സയൻറ്റിഫിക് തിയറി. ഇൻവെൻഷൻ ഓഫ് സയൻറ്റിഫിക് തിയറി ആണ് അടുത്ത പോയിൻ്റ്. എന്ന് പറഞ്ഞാൽ ബിഹേവിയർസിൻ്റെ എയിം എന്ന് വെച്ചാൽ സയൻസിലെ പോലെ വ്യക്തമായ നമ്മുടെ ഐസക് ന്യൂട്ടൻ്റെ തിയറി പോലെ, ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി പോലെ ഇത്തരത്തിൽ വളരെ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറികൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആരുടെ ഉദ്ദേശം? ബിഹേവിയറലിസ്റ്റുകളുടെ ഉദ്ദേശം. എങ്ങനെയായിരിക്കണം അത്തരം തിയറികൾ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. The prominent aim of the behaviorist is to build a scientific theory with the help of observation and experimentation, which may be able to predict things and can be universally applied. അത് ലോകത്താകമാനം ആ തിയറികൾ ഉപയോഗിക്കാനും പറ്റണം, ആ തിയറി വെച്ച് ഏതൊരു കാര്യവും പ്രവചിക്കാനും പറ്റണം. അങ്ങനെ സോഷ്യൽ സയൻസ്, പൊളിറ്റിക്കൽ സയൻസിനെ ഒരു കംപ്ലീറ്റ് സയൻസാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ബിഹേവിയറലിസ്റ്റുകളുടെ എയിം എന്ന് പറയുന്നത്. The prominent aim of the behavioralist is to build a scientific theory with the help of observation and experimentation. ഇങ്ങനെയാണ് observation and experimentation, and that theory can be able to predict things and which can be universally applied. അത് കാര്യങ്ങൾ predict ചെയ്യാനും പറ്റണം, അത് യൂണിവേഴ്സലി അത് അപ്ലൈ ചെയ്യാനും പറ്റണം. ഇത്രയുമാണ് ബിഹേവിയറലിസത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ബിഹേവിയറലിസത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ബിഹേവിയറലിസത്തിൻ്റെ ഫാദർ ആരാണ്? ഡേവിഡ് ഈസ്റ്റൺ ആണ് ബിഹേവിയറലിസത്തിൻ്റെ ഫാദർ എന്ന് വിളിക്കുന്നത്. ബിഹേവിയറലിസത്തെ പറ്റി 1 മാർക്ക് ചോദിച്ചാൽ എന്തായിരിക്കണം എഴുതണം? ഇറ്റ് ഈസ് എ പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് എ ട്രഡീഷണൽ അപ്രോച്ച്. ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ USA. ഡേവിഡ് ഈസ്റ്റൺ ഈസ് എ ഫാദർ ഓഫ് ബിഹേവിയറലിസം. ഇത്രയുമെങ്കിലും 1 മാർക്കിനും എഴുതണം. 2 മാർക്കിന് ചോദിച്ചാൽ ബിഹേവിയറലിസത്തിൻ്റെ 3-4 ക്യാരക്ടറിസ്റ്റിക്സ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണോ? വേണ്ട. മൂവ്മെൻറ്റ് ഓഫ് പ്രൊട്ടസ്റ്റ്, ഫോക്കസ് ഓൺ ബിഹേവിയർ, സയൻറ്റിഫിക് ഔട്ട്ലുക്ക് ആൻഡ് ഒബ്ജക്റ്റിവിറ്റി, മെത്തഡോളജിക്കൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞ് 4 പോയിൻറ്റുകൾ വെറുതെ എഴുതിയാൽ പോരാ. ആദ്യം ഞാൻ ഈ പറഞ്ഞ 3 സെൻറ്റൻസും എഴുതണം, 4 പോയിൻറ്റും എഴുതണം. ഇങ്ങനെയാണ് എഴുതേണ്ടത്. പറയുകയാണെങ്കിൽ ഇൻവെൻഷൻ ഓഫ് സയൻറ്റിഫിക് തിയറി, ഇൻ്റർഡിസിപ്ലിനറി സ്റ്റഡി, മെത്തഡോളജിക്കൽ റെവല്യൂഷൻ,
സയൻറ്റിഫിക് ഔട്ട്ലുക്ക് ആൻഡ് ഒബ്ജക്റ്റിവിറ്റി, ഫോക്കസ് ഓൺ ബിഹേവിയർ, മൂവ്മെൻറ്റ് ഓഫ് പ്രൊട്ടസ്റ്റ്. ഇത്രയുമാണ് ബിഹേവിയറൽസ് അപ്രോച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനിയാണ് ഡേവിഡ് ഈസ്റ്റൺ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പറയും.